പാക് അധിനിവേശ കാശ്മീരിൽ തീവ്രവാദികൾക്ക് വലിയ പിന്തുണ കിട്ടുന്നുവെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അവിടെ നിന്നാണ് ഈ തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നത്. ലഷ്കർ ഇ തയ്ബ എല്ലാം അവിടെ നിന്നാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ചില വാർത്തകൾ ഈ തീവ്രവാദികളായിട്ട് അവിടുത്തെ ചെറുപ്പക്കാരെ ഈ സംഘടനകൾ റിക്രൂട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വിടുന്നു, ഇന്ത്യ അവരെ വെടിവെച്ച് കൊല്ലുന്നു. ഈ പരിപാടി ഇനി നടക്കില്ല എന്ന് പറഞ്ഞ് POKയിലെ പാകിസ്ഥാനികൾ പതുക്കെ തീവ്രവാദ സംഘടനകൾക്കെതിരെ തിരിയുന്നതിന് കാരണമായ ഒരു സംഭവം ഉണ്ടായി എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങളല്ല, പുറത്തുള്ള മാധ്യമങ്ങൾ. അതെ, അത് സംഭവം എന്താണെന്ന് വെച്ചാൽ പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത 3 പേരെ ഓപ്പറേഷൻ മഹാദേവയിൽ നമ്മൾ വെടിവെച്ചു കൊന്നു. ആ കൂട്ടത്തിലെ ഒരാളുടെ, കാരണം ജഡമൊക്കെ നമ്മുടെ കയ്യിലാണല്ലോ, തിരിച്ച് ബന്ധുക്കൾക്ക് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ലല്ലോ ഭീകരെ. ഇപ്പൊ ബിൻ ലാദന്റെ മൃതദേഹം അമേരിക്ക ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തൊന്നുമില്ലല്ലോ, കടലിൽ ഒഴുക്കുകയല്ലേ ചെയ്തത് എന്ന് പറഞ്ഞ പോലെ ഇതിൽ കൊല്ലപ്പെട്ട ഒരാൾ POKയിൽ ആണ് അയാളുടെ ഗ്രാമം, അയാൾ ജനിച്ച ഗ്രാമം. അപ്പോൾ ആ ഗ്രൂപ്പിൽ പ്രതീകാത്മകമായ വിലാപയാത്രയും സംസ്കാരവും LET ലഷ്കർ ഇ തയ്ബ ജഡമില്ലാതെ സംസ്കാരം സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം. ഇത് താഹിർ ഹബീബിൻ്റെ ജഡമാണ്. അതായത് ആ വെടിവെച്ചു കൊന്ന 3 പേരിൽ ഒരാൾ ജിബ്രാൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ജിബ്രാൻ എന്നുള്ളത് വിളിപ്പേരായിരുന്നിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തഹീർ ഹബീബിൻ്റെ ജഡം ആണ് പ്രതീകാത്മകമായി അവിടെ ലഷ്കർ ഇ തയ്ബ. വേറൊന്നും അവർക്ക് ചെയ്യാനില്ല, അവർക്കാണെങ്കിൽ ജനങ്ങളുടെ പിന്തുണ വേണം, അപ്പം ഇങ്ങനെ ഒരെണ്ണം സംഘടിപ്പിച്ചതാണ്. അപ്പോൾ അവർ വീരപരിവേഷത്തിൽ അവതരിപ്പിക്കുക, വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രസംഗം ഒക്കെ നടത്താം. ആ പേരിൽ കുറേ ചെറുപ്പക്കാരെ കൂടെ വലവിശു പിടിക്കുക, ഫണ്ട് പിരിക്കാം, അങ്ങനെ. അപ്പോൾ ജനാസ ഗെയ്ബ് എന്നാണ് ഇതിന് പറയുന്നതെന്നാണ് പറയുന്നത്. അസാന്നിധ്യത്തിൽ ഒരാളുടെ വിലാപയാത്ര നടത്തുക, ജഡം സംസ്കരിക്കുക. ജനാസ ഗെയ്ബ്. അതെ. അപ്പോൾ ഈ പഴയ പട്ടാളക്കാരനാണ് ഇയാള്. മറ്റേ പാകിസ്ഥാൻ പട്ടാളത്തിലെ ഭടനായിരുന്നു ഇയാള്. എന്നിട്ട് ലഷ്കർ ഇ തയ്ബയിൽ ചേരുകയോ അല്ലെങ്കിൽ ലഷ്കർ ഇ തയ്ബയിലേക്ക് പട്ടാളം ഡെപ്യൂട്ടിയോ ചെയ്തതായിരിക്കും. രണ്ടാമത്തതാണ് കൂടുതൽ സാധ്യത. ഇവരെ പരിശീലിപ്പിക്കാനും മറ്റേ മുരിദ്കയിലോ ബഹാൽപൂരിലോ ഒക്കെ പോയിട്ട് പരിശീലിപ്പിക്കുന്നതൊക്കെ പട്ടാളമാണല്ലോ. അപ്പോൾ അപ്പോൾ പാകിസ്ഥാനാണ് ഇത് സംഘടിപ്പിച്ചതെന്നുള്ളതിന് കൂടുതൽ തെളിവായി. ഇയാൾ പഴയ പട്ടാളക്കാരനാണല്ലോ. അപ്പോൾ POKയിലെ ഖൈഖാല എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ടെലഗ്രാമിൽ ഈ പ്രതീകാത്മക സംസ്കാരത്തിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പോൾ സ്ഥലവാസികൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് ലഷ്കർ ഇ തയ്ബ പറഞ്ഞിരുന്നത് ഈ സംസ്കാരമൊക്കെ നടത്തുമ്പോൾ. അപ്പോൾ അവിടുത്തെ നാട്ടിലെ ലഷ്കർ ഇ തയ്ബ കമാൻഡർ റിസ്വാൻ ഹനീഫ് ആളുകളുടെ അടുത്തൊക്കെ വിലാപത്തിൽ പങ്കെടുക്കാനായിട്ട് തോക്കുമായിട്ട് ഭീഷണിപ്പെടുത്തി, നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഗ്രാമവാസികളെയൊക്കെ വിളിച്ചു കൂട്ടി വീടുകളിലുമൊക്കെ ചെന്ന് പേടിപ്പിച്ചു. അങ്ങനെ സംഘർഷം ഉണ്ടായി അവിടെ. അപ്പോൾ അവർ ഈ താഹിർ ഹബീബിൻ്റെ കുടുംബം തന്നെ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നു. ഇനി വലിയ വാക്കുതർക്കവും കയ്യേറ്റമൊക്കെ ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ ഈ പരിപാടിക്കില്ല, നമ്മുടെ ആളുകൾ ഇങ്ങനെ കൊല്ലപ്പെടാൻ വേണ്ടി ജനിക്കുന്നവരൊന്നുമല്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് താല്പര്യമില്ല, ഹൂറികളുടെ അടുത്ത് പോവുക, സ്വർഗത്തിൽ പോവുക, അതിലൊന്നും നമുക്ക് താല്പര്യമില്ല. ഇനി ഈ ഗ്രാമത്തിൽ നിന്ന് യുവാക്കളെ റിക്രൂട്ട്മെന്റിന് കിട്ടില്ല എന്ന് പറഞ്ഞു. അസീം മുനീറിന്റെ പ്ലാനിന് വലിയ തിരിച്ചടിയാണ് POKയിൽ. അല്ലെങ്കിൽ തന്നെ POKയിൽ പ്രശ്നമുണ്ട്. കാരണം POKയിൽ നിന്ന് നോക്കിയ കശ്മീരിലെ വികസന പദ്ധതികൾ അവർക്ക് കാണാം. ഇവിടെ ദാരിദ്ര്യവും പട്ടിണിയും ഒരു സൗകര്യമില്ല, കറണ്ട് പോലുമില്ല. അവിടെ കാശ്മീർ വലിയ വമ്പൻ വികസനം നടപ്പാക്കി. പട്ടിണി ഒക്കെയാണ്. പിന്നെ കുഞ്ഞുങ്ങളെ വിൽക്കുന്നു ജീവിക്കാൻ വേണ്ടി ആളുകൾ എന്നൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ വിലാപത്തിൽ പങ്കെടുക്കുന്നവരെ ഈ LETക്കാർ തോക്കുമായി വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഇനി ആ ഗ്രാമത്തിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം സമീപ ഗ്രാമങ്ങളിൽ നിന്നും കിട്ടില്ല. POKയിൽ നിന്ന് പൊതുവെ ഇനി സഹായം പാകിസ്ഥാൻ പട്ടാളത്തിന് ഇതിന് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾ
ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയിട്ടില്ലല്ലോ. ഇനി കിട്ടുന്നവരെയൊക്കെ തട്ടിക്കളയും. അപ്പോൾ 22-ാം തീയതി ആയിരുന്നു ഈ 26 പേരെ പഹൽഗാമിൽ വെടിവെച്ച് കൊന്നത്, ഹിന്ദുക്കളെ. ഇയാൾ ഈ താഹിർ ഹബീബ് കാറ്റഗറി എ ഭീകരൻ. ആകാശവാണിയിലൊക്കെയാണ് ഗ്രേഡൊക്കെ പറയാറുള്ളത്. ഭീകരന്മാർക്ക് ഗ്രേഡ് ഉണ്ട്. കാറ്റഗറി എ ഭീകരനാണ്. അല്ല, നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും അവനെ കാറ്റഗറി എ. അതെ, നമ്മൾ ചെയ്തിരിക്കുന്നതാണ് കാറ്റഗറി എയിൽ. കാരണം ഇയാൾ ഇതിനു മുമ്പും അവിടെ കുഴപ്പങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ കിട്ടിയ സ്പോട്ടിൽ തട്ടും. അതെ, ഇനിയിപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അന്ന് വെടിവെച്ച് കൊന്നതായിട്ട് റിപ്പോർട്ടുകളിൽ വന്നിരുന്നത് സുലൈമാൻ ഷാ, LT കമാൻഡർ, മുറുക്കെ ആസ്ഥാനത്ത് പരിശീലനം കിട്ടിയ ആളാണ് അയാൾ. ഹംസ അഫ്ഗാനി, പിന്നെ മൂന്നാമത്തെ ആൾ ജിബ്രാൻ. ആ ജിബ്രാനെ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴാണ് താഹിർ ഹബീബ് എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജിബ്രാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രതീകാത്മകം നടന്നല്ലോ, അയാൾ കഴിഞ്ഞ കൊല്ലം മോർസ് തുരങ്ക ആക്രമണത്തിൽ പങ്കെടുത്തിരുന്ന ആളാണ്. അപ്പം നമ്മൾ നമ്മുടെ റഡാറിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഭീകരൻ്റെ മറ്റേ പ്രതീകാത്മക വിലാപയാത്രയും അടക്കവുമാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പട്ടാളത്തിൻ്റെ സ്പെഷ്യൽ ഫോഴ്സ്, രാഷ്ട്രീയ റൈഫിൾസ്, ടെക്നിക്കൽ ഇൻ്റലിജൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇവരെ അന്ന് ഓപ്പറേഷൻ മഹാദേവിയിൽ പിടിച്ചത്. പിന്നെ ഓപ്പറേഷൻ ശിവശക്തിയിലും കുറേ തീവ്രവാദികൾ നമ്മൾ കാശ്മീരിൽ കൊന്നിട്ടുണ്ട്. ഏതായാലും ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ POK എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയുടെ ഭാഗം അവർ കൈവശം വെച്ചിരിക്കുകയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ കൊണ്ടുപോകുമെന്നുള്ള തിരിച്ചറിവ് പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് POKയിൽ കാര്യമായ ഒരു വികസന പ്രവർത്തനവും നടത്താതെ അവിടെ തീവ്രവാദികളോട് കൊണ്ട് താമസിപ്പിക്കുന്നു, അവരെ ദിനംപ്രതി ഇന്ത്യയിലേക്ക് കയറ്റിവിടുന്നു. ഇങ്ങനൊരു പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഘം അവിടുത്തെ തദ്ദേശീയരായ വശപ്പശകർ പാകിസ്ഥാനിൽ പെട്ടുപോയ ആളുകളുണ്ടല്ലോ, കാശ്മീരികൾ, അവരെ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ട് കാലങ്ങളായി ഇങ്ങനെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റം വരുന്നു എന്നുള്ളത് വലിയ ആശാവഹമായ ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതുമാത്രമല്ല, ഇന്ത്യക്ക് POK വേണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കാശ്മീർ അസംബ്ലിയിൽ നമ്മൾ കുറച്ച് സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ POK ഇങ്ങോട്ട് കിട്ടിയാൽ അവിടെയുള്ള 10-25 ലക്ഷം ആളുകളെ കൂടി ഏറ്റെടുക്കുന്നതിന് തുല്യമാണ്. POK മാത്രമായിട്ട് നമ്മൾ ഏറ്റെടുക്കാനായിട്ട് അത് വെടിവെച്ച് പിടിക്കുന്നതിലും നമുക്ക് എളുപ്പത്തിൽ പാകിസ്ഥാനെ മോചിപ്പിക്കാനും അല്ലെങ്കിൽ പാകിസ്ഥാനെ 4 കഷ്ണമാക്കാനും ഒക്കെ നമ്മുടെ കയ്യിൽ വിദ്യയുണ്ട്. ഈ പല കഷ്ണങ്ങളാക്കി പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു സംഭവം ഭൂപടത്തിൽ ഇല്ലാതാക്കുന്നതായിരിക്കും ഭേദപ്പെട്ട ആശയം. പക്ഷേ അതിപ്പോൾ ഈ അമേരിക്ക വന്നിട്ട് ട്രംപ് അട്ടിപ്പേറ് കിടക്കാൻ പോവാണ് പാകിസ്ഥാനിൽ. ഈ ട്രംപിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയുക, അയാൾ സെപ്റ്റംബറിൽ അയാൾക്ക് അധികാരം ഒഴിയേണ്ടി വരുന്നുള്ള മട്ടിലാണ് ആ എപ്സ്റ്റീൻ കേസ് കിടക്കുന്നത്. കാരണം അത് അവിടുത്തെ കോൺഗ്രസ് ഈ ചില സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ജയിലിലൊക്കെ കിടക്കുന്നത്, മറ്റേ ഗേൾ ഫ്രണ്ട് ആയിരുന്നില്ല എപ്സ്റ്റീൻ്റെ, ആ സ്ത്രീയുടെ ട്രയൽ കോൺഗ്രസ് വിചാരണ ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബറിലാണ്. അപ്പോൾ സെപ്റ്റംബറിൻ്റെ അപ്പുറത്തേക്ക് ട്രംപ് പോകുമോ എന്നുള്ള കാര്യം വളരെ സംശയമുണ്ട്. മോദി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ട്രംപ് ചോദിച്ചിരുന്നു. അപ്പോൾ മോദിക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. കാരണം ഒക്ടോബർ വരെ ഈ താരിഫിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ഒക്ടോബർ 5 വരെ സമയമുണ്ട്. കാരണം ഇപ്പോൾ അമേരിക്കയിലേക്ക് ചരക്കുമായിട്ട് പോകുന്ന കപ്പലിനൊക്കെ ഒക്ടോബർ 5 വരെ സമയം കൊടുത്തിട്ടുണ്ട്. അയാൾ ഈ ഓഗസ്റ്റ് 1 എന്നുള്ളത് 7ലേക്ക് നീട്ടിയല്ലോ. ഇനി അത് ഒക്ടോബറിലേക്ക് നീട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇയാൾ അധികകാലം തുടരാനുള്ള സാധ്യതയില്ല എന്നാണ്. എല്ലാ ദിവസവും ഈ എപ്സ്റ്റീൻ കേസുമായിട്ട് ജൂഡി സ്മിത്തിന്റെ കാര്യമൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. പല സംഭവ വികാസങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതത്ര നിർണായകമായ ആകാത്തതുകൊണ്ട് നമ്മൾ ഓരോന്നും ചർച്ച ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇയാൾ സെപ്റ്റംബറിനപ്പുറം പോകാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് അതേക്കുറിച്ച് വിശദമായി ഒന്ന് സംസാരിക്കാം പിന്നീട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.